ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ കോർപ്പറേഷനിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 25 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നുണ്ട്. ഇത് 1045/2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2023 കോർപ്പറേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ നാഷണൽ ലെവൽ കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പ്രമോഷൻ, ട്രെയിനിങ്, റിസർച്ച് അതെല്ലാം ചെയ്യുന്ന നാഷണൽ ലെവൽ കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NCUI, ഓപ്ഷൻ സി NCCT, ഓപ്ഷൻ ഡി NLCF. ഇതിൽ പ്രമോഷൻ ഓഫ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും റിസർച്ചും ഇത് 3 കാര്യങ്ങളും ചെയ്യുന്നത് ആരാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, NCUI, നാഷണൽ കോർപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. ഇതിൽ പ്രമോഷൻ ഓഫ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും റിസർച്ചും ഇത് 3 കാര്യങ്ങളും വന്നത് കാരണമാണ് ഇതിൻ്റെ ആൻസർ NCUI. നമ്മുടെ ട്രെയിനിങ്ങും നമ്മുടെ ഇത് മാത്രമാണെങ്കിൽ NCCT ആണ്, നാഷണൽ കൗൺസിൽ ഫോർ കോർപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് NCCT. ഇതിൻ്റെ ആൻസർ NCUI ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1951, ഓപ്ഷൻ ബി 1975, ഓപ്ഷൻ സി 1965, ഓപ്ഷൻ ഡി 1971. നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് NDDB അതാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. അത് ക്രിയേറ്റ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1965. 1965 NDDB ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഡാഷ് ഈസ് കൺഫൈൻഡ് ടു എ വില്ലേജ്, പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി. ഓപ്ഷൻ എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ബി സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ സി പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഓപ്ഷൻ ഡി പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. ഇതിൽ ഏതിൻ്റെയാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു വില്ലേജ്, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആയി നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വില്ലേജ്, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിരിക്കും. ഒരു പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ദാറ്റ് ഈസ് പീക്കാർഡ് ബാങ്ക് ആണ് കേട്ടോ, PCARDB. പീക്കാർഡ് ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു താലൂക്കാണ് PCRDBയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മാനേജ്മെൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഫോക്കസസ് ഓൺ. ഓപ്ഷൻ എ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ സി അൺലിമിറ്റഡ് ലയബിലിറ്റി, ഓപ്ഷൻ ഡി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതെന്താ, അൺലിമിറ്റഡ് ലയബിലിറ്റി വരില്ല, കാരണം സൊസൈറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷനും വരില്ല, കാരണം സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സർവീസ് മോട്ടീവിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ ദ ഇയർ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1984, ഓപ്ഷൻ ബി 1940, ഓപ്ഷൻ സി 1912, ഓപ്ഷൻ ഡി 1932. ആൻസർ ഓപ്ഷൻ എ ആണ്, 1984. ആദ്യം ഇത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടത്, മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അത് വന്നത് 1942 ഈ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. ഓക്കെ, അത് പിന്നീട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയതാണ് 1984. അപ്പോൾ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഇയർ ചോദിച്ചാൽ 1942, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഇയർ ചോദിച്ചാൽ 1984. ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വീണ്ടും അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് 2002 വീണ്ടും അമെൻമെൻറ്റ് ചെയ്തത്.
അന്നേരം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് തന്നെയാണ് അതിൻ്റെ പേര് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് എ വിഷൻ, ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദ നേഷൻ ഫോർ ഫോസ്റ്ററിംഗ് റൂറൽ പ്രോസ്പെറിറ്റി. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി നബാർഡ്, ഓപ്ഷൻ സി നാഫെഡ്, ഓപ്ഷൻ ഡി NCCF. ഒരു ബാങ്ക് അതിൻ്റെ വിഷൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫോർ ദ നേഷൻ ഫോർ ഫോസ്റ്ററിങ് റൂറൽ പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞ വിഷനോടെ വന്ന എസ്റ്റാബ്ലിഷ് ചെയ്ത ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഗ്രാമീണ അഭിവൃദ്ധി വളർത്തുന്നതിനായിട്ട് രാജ്യത്തിൻ്റെ വികസന ബാങ്ക് ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നബാർഡ്. നബാർഡ് മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ റൂറൽ എന്ന് പറഞ്ഞ് മിക്കവാറും ക്വസ്റ്റ്യനിലുണ്ട് എങ്കിൽ അതിൻ്റെ ആൻസർ നബാർഡായിരിക്കും. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നാഫെഡ് എന്ന് പറയുന്ന മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. NCCF നാഷണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ്. NCDC എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. ഇതിൻ്റെ ആൻസർ നബാർഡ്. 1982 ജൂലൈ 12 നബാർഡ് വന്നത്. ഓക്കെ, നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ബി ശിവരാമൻ കമ്മിറ്റിയാണ് നബാർഡ് റെക്കമെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ക്രാഫിക്കാർഡ് കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കിങ് ആക്ടിവിറ്റീസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ മോണിറ്റേർഡ് ബൈ. ഓപ്ഷൻ എ നബാർഡ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഗവൺമെൻറ്, ഓപ്ഷൻ സി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ഡി RBI. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബാങ്കിങ് ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, RBI. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബാങ്കിങ് ആക്ടിവിറ്റീസ് RBI മോണിറ്റർ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇയർ ഇൻ വിച്ച് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ആക്ട് ഇൻ ഇന്ത്യ വാസ് ഇനാക്റ്റഡ്. ഓപ്ഷൻ എ 1906, ഓപ്ഷൻ ബി 1905, ഓപ്ഷൻ സി 1904, ഓപ്ഷൻ ഡി 1912. ഫസ്റ്റ് കോപ്പറേറ്റീവ് ആക്ട് ഇൻ ഇന്ത്യ വാസ് ഇനാക്റ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ആക്ട് എന്ന് പറയുന്നത് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ആക്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് അമെൻമെൻറ്റ് ചെയ്തതാണ് 1912. പിന്നെ വീണ്ടും ഇത് നമ്മൾ KCS ആക്ട് ആയിട്ട് അമെൻമെൻറ്റ് ചെയ്തത് 1969. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടർ ഇൻ ദ കൺട്രി. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NCHF, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ആദ്യത്തെ ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. കൺട്രിയിലെ തന്നെ ആദ്യത്തെ ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, KCB, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഫോംഡ് വിത്ത് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഇൻട്രാ ആൻഡ് ഇൻ്റർ സ്റ്റേറ്റ് എക്സ്പോർട്ട് ട്രേഡ്. ഒരു നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻട്രാ ആൻഡ് ഇൻ്റർ സ്റ്റേറ്റ് എക്സ്പോർട്ട് ട്രേഡാണ്. അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച കയറ്റുമതി വ്യാപാരത്തിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപീകരിച്ച സഹകരണ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി നാഫെഡ്, ഓപ്ഷൻ സി NCHF, ഓപ്ഷൻ ഡി NCCF. ആൻസർ ഓപ്ഷൻ ബി ആണ്, നാഫെഡ് ആണ്, നാഷണൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ഗവർണൻസ് എമനേറ്റ്സ് ഫ്രം ദ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ഓപ്ഷൻ എ AIRCS, ഓപ്ഷൻ ബി യൂണികോപ്പ്, ഓപ്ഷൻ സി ICA, ഓപ്ഷൻ ഡി ICM. കോപ്പറേറ്റീവ് ഗവർണൻസ് നടത്തുന്നത് ഏത് പ്രിൻസിപ്പിളിൻ്റെ ഗൈഡിങ്ങിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് കോപ്പറേറ്റീവ് ഗവർണൻസ് നടത്തുന്നത്? സഹകരണത്തിൻ്റെ ഭരണം അത് നടത്തുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സി ആണ്, ICA, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ICAയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് ഇപ്പോഴും കോപ്പറേറ്റീവ്സ് എല്ലാം പ്രവർത്തിക്കുന്നത്. 7 പ്രിൻസിപ്പിളാണ് ICAയുടെ ഇപ്പം നമുക്കുള്ളത്. 7 പ്രിൻസിപ്പിളുകളാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ,
In cooperative society, the preparation of final statement of accounts in the primary responsibility of dash, even though it is prepared and submitted by the cooperative society. Option A CEO, option B President, option C cooperative auditor, option D board. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സബ്മിറ്റ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെ ആയിരിക്കും, പക്ഷേ ഈ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നത് ആരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്. കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഷാൾ ഫിക്സ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഓപ്ഷൻ എ ബോർഡ്, ഓപ്ഷൻ ബി പ്രസിഡന്റ്, ഓപ്ഷൻ സി ജനറൽ ബോഡി, ഓപ്ഷൻ ഡി രജിസ്ട്രാർ. ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, രജിസ്ട്രാർ ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഫോക്കസ് ഓൺ ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ദ സ്റ്റേറ്റ്. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ഓപ്ഷൻ സി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ് സെലക്ഷൻ ബോർഡ്. ഇവരിൽ ആരാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ദ സ്റ്റേറ്റിലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഫോക്കസ് ചെയ്യുന്നത് ആരാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ SCU ആണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ആൻ ഇൻ്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റം യൂസ്ഡ് ബൈ റെഗുലേറ്ററി ബാങ്കിങ് അതോറിറ്റീസ് ടു റേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓപ്ഷൻ എ LAMS, ഓപ്ഷൻ ബി ICA, ഓപ്ഷൻ സി CAMEL, ഓപ്ഷൻ ഡി IAC. ഒരു ഇൻ്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റം, ബാങ്കിങ് അതോറിറ്റിയുടെ ഒരു ഇൻ്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, CAMELS റേറ്റിങ്ങിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ റേറ്റിംഗ്, ബാങ്കുകളുടെ എല്ലാം ഒരു ഇൻ്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, CAMEL എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആക്യുസി, അസറ്റ് ക്വാളിറ്റി, മാനേജ്മെൻറ്റ് എഫിഷ്യൻസി, ഏർണിങ്സ്, ലിക്വിഡിറ്റി. അതാണ് ഈ ഓരോ ഇതിൻ്റെയും മീനിങ്. ഇതനുസരിച്ചിട്ട് ഓരോ ബാങ്കിനും ഓരോ മാർക്ക് കൊടുക്കും. ഇതിൽ 1 വന്നിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് എന്നുള്ളതാണ് കിട്ടുന്നത്. ആൻഡ് 1 മുതൽ 5 വരെയാണ് ഇതിന് മാർക്ക് കൊടുക്കുന്നത്. 5 വന്നിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ എ റബ്കോ, ഓപ്ഷൻ ബി ഇഫ്കോ, ഓപ്ഷൻ സി ആപ്കോസ്, ഓപ്ഷൻ ഡി മാർക്കറ്റ് ഫെഡ്. റബ്കോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൾട്ടി സ്റ്റേറ്റില, കേരളത്തിലാണ് റബ്കോ ഉള്ളത്. പിന്നെ അതുപോലെ ആപ്കോസ് എന്ന് പറയുന്നതും നമ്മുടെ മിൽമ, KCMMFൻ്റെ പ്രൈമറി സൊസൈറ്റീസ് ആണ് ആപ്കോസ് എന്ന് പറയുന്നത്. പിന്നെ മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നതും കേരളത്തിലാണുള്ളത്. പിന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇഫ്കോയാണ് ഇതിലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ചോയ്സ് ഡസ് നോട്ട് കം അണ്ടർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഓപ്ഷൻ എ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, ഓപ്ഷൻ ബി ഓട്ടോക്രാറ്റിക് കൺട്രോൾ, ഓപ്ഷൻ സി ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഓപ്ഷൻ ഡി മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഇതിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓട്ടോക്രാറ്റിക് കൺട്രോൾ. നമുക്കെന്താണ് ഇവിടെ ഡെമോക്രാറ്റിക് കൺട്രോളാണ്, വേറെ എല്ലാം എന്താണ് കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിളാണ് വേറെ എല്ലാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓട്ടോക്രാറ്റിക് കൺട്രോൾ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബോർഡ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിറൈവ്സ് ഇറ്റ് പവർ ഫ്രം. ഓപ്ഷൻ എ സെൻട്രൽ സൊസൈറ്റി, ഓപ്ഷൻ ബി ജനറൽ ബോഡി, ഓപ്ഷൻ സി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി പ്രസിഡൻറ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡിന് അതിൻ്റെ അധികാരം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ബോർഡിന് അധികാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ജനറൽ ബോഡി എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനറൽ ബോഡിയാണ് ബോർഡിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ബോർഡിന് അധികാരം ലഭിക്കുന്നത് ജനറൽ ബോഡിയിൽ നിന്നാണ്. ഡാഷ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് ലീഡർഷിപ്പ് ടു മെമ്പേഴ്സ്
ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ എ പ്രസിഡൻറ്റ്, ഓപ്ഷൻ ബി CEO, ഓപ്ഷൻ സി ബോർഡ്, ഓപ്ഷൻ ഡി രജിസ്ട്രാർ. ഒരു സഹകരണ സൊസൈറ്റിയിലെ മെമ്പേഴ്സിനും മാനേജ്മെൻറ്റിനും എന്താണ് ഇൻഫർമേഷൻസും പിന്നെ അതുപോലെ ലീഡർഷിപ്പും ലഭിക്കുന്നത് എങ്ങനെ ലഭിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ബോർഡ്. ഡാഷ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് ലീഡർഷിപ്പ് ടു മെമ്പേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. മെമ്പേഴ്സിനും മാനേജ്മെൻറ്റിനും ഇൻഫർമേഷൻ ആൻഡ് ലീഡർഷിപ്പ് ലഭിക്കുന്നത് ബോർഡിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, ഡാഷ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ആർ ദ 4 കീ കമ്പോണൻറ്റ് ഓഫ് ഗവർണൻസ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ എ പ്രൊമോട്ടിംഗ് മോണോപോളി, ഓപ്ഷൻ ബി പാർട്ട്ണർഷിപ്പ്, ഓപ്ഷൻ സി പ്രോഫിറ്റബിലിറ്റി, ഓപ്ഷൻ ഡി പ്രഡിക്റ്റബിലിറ്റി. ഇതിൽ ഒരു സൊസൈറ്റിയുടെ നമ്മുടെ ഗവർണൻസിൻ്റെ എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിയുടെ ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട 4 കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സൊസൈറ്റിയുടെ ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട 4 കീ കമ്പോണൻസ്. അതിൽ ഒരെണ്ണം അക്കൗണ്ടബിലിറ്റി, പിന്നെ ഒരെണ്ണം ട്രാൻസ്പാരൻസി, പിന്നെ ഒരെണ്ണം പാർട്ടിസിപ്പേഷൻ. ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഏതാണെന്നോ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രഡിക്റ്റബിലിറ്റി ആണ്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പാരൻസി, പ്രഡിക്റ്റബിലിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ ആർ ദ 4 കീ കമ്പോണൻസ് ഓഫ് ഗവർണൻസ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കോർപ്പറേഷനിൽ നിന്ന് 1045/2023 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്. കോർപ്പറേഷൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്